ജസ്റ്റ് ഒരു ടിഷ്യൂ വെച്ചുണ്ടാക്കിയിട്ടുള്ള ഫ്ലവർ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ എല്ലാവരും എൻ്റെ കൂടെ ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇതുപോലെയുള്ള ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ടിഷ്യൂ എടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് അതിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അത് ഓരോ സ്ക്വയർ പീസസ് കിട്ടുന്ന രീതിയിലാക്കി എടുക്കുക. ഇനി നമ്മളൊരു ഫ്ലവറിന്റെ ഇതള് ആ ഒരു ടിഷ്യൂവിൽ വരച്ചു കൊടുത്തതിന് ശേഷം അത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി അതിൽ നിന്ന് ഓരോ ഇതളും ഇതുപോലെ വേർതിരിച്ചെടുക്കുക. പിന്നീട് ഞാനൊരു ഡബ്ബ എടുത്തതിന് ശേഷം അതിൽ കുറച്ച് കളറും അതുപോലെ തന്നെ കുറച്ച് ഗമ്മും ഒഴിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെ കമന്റും അതുപോലെ സപ്പോർട്ടും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഐ എം സോ ഹാപ്പി ഗൈസ്. ഇനി മുന്നോട്ട് പോകുന്നതോറും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു കളറ് എല്ലാ പെറ്റൽസിലും ഇതുപോലെ ആക്കി കൊടുക്കുക. ഇനി ഇതെല്ലാം ഉണങ്ങിക്കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് ഓരോ പെറ്റൽസും ഡിറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഓരോ പെറ്റൽസിന്റെ സൈഡ് ഭാഗം ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഏകദേശ പണികളൊക്കെ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി ഈ പെറ്റൽസ് ഒക്കെ എടുത്തതിന് ശേഷം ഒന്നിന് തൊട്ടടുത്ത് വേറൊന്നായിട്ടുള്ള രീതിയിൽ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ മേലെ ഒരു ലെയറും കൂടി ക്രിയേറ്റ് ചെയ്ത് നമുക്കിത് ഗം വെച്ചിട്ട് ഇതുപോലെയുള്ള ഒരു കമ്പിൽ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഫൈനലി നമ്മളുടെ ഈ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വല്ല സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്.